ഇറ്റ്സ് ഓൺലൈൻ ട്യൂട്ടർ. നമ്മളിന്ന് പറയാൻ പോകുന്നത് SSLCയുടെ ഫിസിക്സിലെ ചാപ്റ്റർ 1 ആയ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഇതിൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ബേസിക് ടോപ്പിക്സ്. കഴിഞ്ഞ കൊല്ലങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഫിസിക്സിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഈ ചാപ്റ്ററിന് വേണ്ട കുറച്ച് ടോപ്പിക്സും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റും ജൂൾസ് ലോ എന്ന പ്രധാനപ്പെട്ട ഈ പാഠത്തിലെ ടോപ്പിക്കിന്റെ കുറച്ച് പോയിന്റ്സും അതിനോടനുബന്ധിച്ച് കിടക്കുന്ന കുറച്ച് ടോപ്പിക്സും അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോയിന്റ്സിൽ നിന്ന് വരാവുന്ന മേജർ ക്വസ്റ്റ്യൻ പൂൾ ആണ്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് സ്ലൈഡ് നോക്കാം. ഫസ്റ്റ് സ്ലൈഡ് നമ്മുടെ ചാപ്റ്ററിന്റെ തുടക്കം എൻട്രി പിക്ചർ ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്ലൈഡ്, ദിസ് ഈസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കാം. ഡിവൈസ് യൂസ് എനർജി ചേഞ്ച് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ഫിഗർ ആയിട്ടാണ് തോന്നുന്നു. നോക്കാം. ഡിവൈസ് യൂസ് എനർജി ചേഞ്ച്, ഇത് നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുള്ള ഒരു ബേസിക് കാര്യമാണ്. ഇത് നമുക്ക് ഇത്തവണ എന്തായാലും ആവശ്യമുണ്ട്. കാരണം ഇത് ഫസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാ എക്സാമിനും ഫിസിക്സിലെ 1 മാർക്ക് ചോദ്യമായിട്ട് ചോദിക്കാറുള്ളതാണ്. നോക്കൂ, ഇലക്ട്രിക് ബൾബാണ് ഇവിടെ ഡിവൈസ് ആയിട്ട് തന്നിട്ടുള്ളത്. എന്തിനാണ് നമ്മൾ ബൾബ് യൂസ് ചെയ്യാറുള്ളത്? ടു പ്രൊഡ്യൂസ് ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബൾബ് യൂസ് ചെയ്യാറുള്ളത്, അല്ലേ? അതുപോലെ തന്നെ അതിൽ വരുന്ന എനർജി ചേഞ്ച് ആണ്. എനർജി ചേഞ്ച് എന്നാ നോക്കൂ, ഈ കാണുന്ന ഏരോയ്ക്ക് പറയുന്ന പേരാണ് ഗിവ്സ് എന്ന് പറയുന്നത്. കെമിസ്ട്രിയിൽ നമ്മൾ പറയാറുള്ളതാണ് mg ഗിവ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറില്ലേ? ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതേപോലെ നമുക്ക് ഇതിനും പറയാം. ഇതിലിവിടെ എനർജി ചേഞ്ച് ആണെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇലക്ട്രിക്കൽ എനർജി, ഇവിടെ ഇലക്ട്രിക് ബൾബ് എന്ന് തന്നുകൊണ്ട് നമുക്ക് മനസ്സിലാകും ഇലക്ട്രിസിറ്റിയാണ് ആദ്യം അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്കൊന്ന് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ ബൾബ് പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ, സ്വിച്ച് അമർത്തുമ്പോൾ അതിലൂടെ ഇലക്ട്രിസിറ്റിയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇലക്ട്രിക്കൽ എനർജിയാണ് അവിടെ വരുന്നത്. അപ്പോൾ എന്താണ് ഉണ്ടാവുക? ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്ന് അത് എന്ത് എനർജി ആയിട്ട് മാറും? നമുക്ക് വേണ്ട എനർജി ആയിട്ട് മാറും. ബൾബ് നമുക്ക് എന്താണ് സഹായിക്കണം നമ്മളെ? അതെ, ലൈറ്റ് എനർജി ആയിട്ട് മാറും. ലൈറ്റ് എനർജി ആയിട്ട് മാറും. അടുത്ത നോക്കൂ, ഇൻജക്ഷൻ കുക്കർ. ഇൻജക്ഷൻ കുക്കർ സാധാ കുക്കർ ആണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇൻജക്ഷൻ കുക്കർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു ഗെറ്റ് ഹീറ്റ്. ഇൻജക്ഷൻ കുക്കർ ടു ഗെറ്റ് ഹീറ്റ്. എന്താ നമ്മൾ അതിൽ വെച്ചിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസിന് പകരം നമ്മൾ ചെറുതായിട്ട് എന്താ പറയുക, സോറി ഞാൻ നേരത്തെ കുക്കർ എന്നാണ് പറഞ്ഞു തോന്നുന്നു. കുക്കർ അല്ല, ഇൻജക്ഷൻ കുക്കർ മറ്റേത് കേട്ടോ. നമ്മൾ ഹീറ്റിംഗ് എന്ന് വെച്ചാൽ ബോയിലിങ്ങും എല്ലാ കാര്യങ്ങളും ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഗ്യാസിന് പകരം യൂസ് ചെയ്യില്ലേ, അതാണ്. ഓക്കെ, അതിന്റെ ചെറിയ ഫോം ആയിട്ടുള്ളത്. യെസ്, ഇൻജക്ഷൻ കുക്കർ നമ്മൾ ടു ഗെറ്റ് ഹീറ്റ്, ഓരോന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. എനർജി ചേഞ്ച് എന്താവും അപ്പൊ അവിടെ വരിക? ഇലക്ട്രിക്കൽ എനർജി. അവിടെയും നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോഴാണ് അതെന്തായി മാറുന്നത്? ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നത്. അടുത്ത് നോക്കൂ, സ്റ്റോറേജ് ബാറ്ററി വൈൽ ചാർജിങ് എന്ന് തന്നിട്ടുണ്ട്. സ്റ്റോറേജ് ബാറ്ററി എന്ന് പറഞ്ഞാൽ ആരും ചിന്തിച്ചു കൂട്ടണ്ട, ഇത്രയേ ഉള്ളൂ. നമ്മളൊക്കെ ചാർജ് ചെയ്യുന്ന മൊബൈൽ ചാർജർ ഇല്ലേ, അതാണ് ചിന്തിച്ചാൽ മതി സ്റ്റോറേജ് ബാറ്ററി എന്ന് പറഞ്ഞാൽ. അത് മാത്രമല്ല നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് വൈൽ ചാർജിങ് തന്നാൽ നമുക്ക് മനസ്സിലാവും മൊബൈലും ലാപ്ടോപ്പും എല്ലാ ഡിവൈസസും എല്ലാ ഇലക്ട്രോണിക്സും ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബാറ്ററിക്കാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് യൂസ് ആണ് നടക്കുന്നത്? നമ്മളെ അത് എങ്ങനെയാണ് സഹായിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ടു ചാർജ് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്. ടു ചാർജ് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, മൊബൈൽ ആയിക്കോട്ടെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും? ഈ ബാറ്ററി വഴി ചാർജ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചേഞ്ച് ആണ് അവിടെ വരുന്നത്? ഇലക്ട്രിസിറ്റി ആണ് ആദ്യം അവിടെ പ്രൊഡ്യൂസ് ആകുന്നത്. ഇലക്ട്രിസിറ്റി അതിലൂടെ പാസ് ചെയ്യുന്നു. അതിന്റെ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് അവിടെ മറ്റൊരു എനർജി ഫോം ചെയ്യുന്നത്. അവിടെ ആരും മറ്റൊരു എനർജി പറയുമ്പോൾ ഇലക്ട്രിക് എനർജി മറ്റൊരു എനർജിയുടെ, ഇനിയിപ്പോ ചിലർ പറയും ഹീറ്റ് എനർജി ആവുമെന്ന് പറയും, കാരണം ചൂടാവുമെന്ന് പറയുമല്ലോ. ഹീറ്റ് എനർജി അല്ല അവിടെ വരുന്നത്. അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് തന്നെ മാറുന്നു എന്ന് പറയും. അതുമല്ല അവിടെ നടക്കുന്നത്. അല്ലെങ്കിൽ പവർ എനർജി, അങ്ങനെ പല എനർജി എന്നൊക്കെ പറയും. ചിലപ്പോൾ മെക്കാനിക്കൽ എനർജി എന്ന് വരെ പറയും ചിലവർ. അങ്ങനെ ഒന്നല്ല അതിൽ നടക്കുന്നത്. സോറി,
സ്ലൈഡ് മാറിയതാണ്. ഓക്കെ, ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ടാണ് മാറുന്നത്? കെമിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. കെമിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. ഒന്നുകൂടി പറയാം, സ്റ്റോറേജ് ബാറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്ന ചാർജറിനെയാണ് പറയുന്നത്. അതിൽ ഇലക്ട്രിക്കൽ എനർജി എന്തായി മാറുന്നു? കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ്, മിക്സി അല്ലെങ്കിൽ ഗ്രൈൻഡർ എന്ന് നമ്മൾ പറയാറുണ്ട്. അതെന്താ? ടു ഗ്രൈൻഡ് ആൻഡ് ക്രംബ്ലിംഗ് തിങ്സ്. നമ്മൾ ഓക്കെ, സ്ലൈഡ് മാറിയതാണ്. നമ്മൾ ഇവിടെ ഗ്രൈൻഡ്, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, നോക്കിയാൽ മതി. ഗ്രൈൻഡ് എന്ന് പറഞ്ഞ നമ്മൾ അരയ്ക്കാനൊക്കെ യൂസ് ചെയ്യും അല്ലേ? അപ്പോൾ ഇതിനൊക്കെ വേണ്ടി അരയ്ക്കാനൊക്കെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? മിക്സിയാണ് യൂസ് ചെയ്യുക അല്ലേ? അപ്പോൾ അവിടെ എന്താ വരുന്നത്? മിക്സി നമ്മൾ എങ്ങനെ ഓൺ ആക്കുന്നത്? ഇലക്ട്രിസിറ്റി ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴല്ലേ അങ്ങനെ ചെയ്യുന്നത്? നമ്മൾ അതിന് വയർ പ്ലഗ് ഇൻ ചെയ്യും. അപ്പോൾ അത് സ്വിച്ച് ഓൺ ആക്കും. അപ്പോൾ അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. അതെന്തായി മാറും? മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് മാറുക. ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് മാറുക. ഇവിടെ നമുക്ക് മിക്സിയുടെ എനർജി ചേഞ്ച് കണ്ടുപിടിക്കാൻ മറ്റൊരു കാര്യമുണ്ട്. നമുക്കറിയാം ഇലക്ട്രിക്കൽ എനർജി തന്നെ അവിടെ വരിക. അത് നമ്മൾ ഓർക്കാവുന്നതേ ഉള്ളൂ. കാരണം മിക്സി നമ്മൾ ഇലക്ട്രിസിറ്റിയിലൂടെ പ്ലഗ് ഇൻ ചെയ്യുമ്പോഴാണ് മിക്സിയിലേക്ക് കറന്റ് പോയിട്ടാണ് അതിൽ മാറ്റങ്ങൾ വരുന്നത് അല്ലേ? കറന്റിലൂടെയാണ് വർക്ക് ചെയ്യണമെന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. മിക്സിയിലെ എമ്മും മെക്കാനിക്കൽ എനർജിയിലെ എമ്മും ഓർത്താൽ മതി. M:M എന്നുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഒരു വളരെ എളുപ്പമുള്ള ഇക്വേഷൻ ഉണ്ട്, M:M. ഓക്കെ, ഫസ്റ്റത്തെ എം എന്ന് പറഞ്ഞാൽ മിക്സി, അതുപോലെ തന്നെ സെക്കൻഡ് എം എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജി. ആ ഒരു എനർജി ചേഞ്ച് ഓർത്ത് വെക്കുക. അടുത്ത് നോക്കൂ, ഫാൻ ആണ്. ടു പ്രൊഡ്യൂസ് വിൻഡ്. എന്തിനാണ്? നമ്മൾ കാറ്റുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഫാൻ യൂസ് ചെയ്യുന്നത്. അതിലുണ്ടാകുന്ന ഇലക്ട്രിക്കൽ ചേഞ്ച് എന്താ? എനർജി ചേഞ്ച് എന്താ? അവിടെയും അതെ, ഇലക്ട്രിക്കൽ എനർജിയാണ്. ഏത് ഫാൻ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ അഥവാ ഒരു ഇലക്ട്രിക്കൽ ഫാൻ ആയിക്കോട്ടെ, സാധാ ഫാൻ ആയിക്കോട്ടെ, അതിലൂടെ നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും ആദ്യം അതിന്റെ സർക്യൂട്ടിലേക്ക്. അതിലൂടെ അവിടെ മെക്കാനിക്കൽ എനർജിയാണ് വരുന്നത്, വിൻഡ് എനർജി ഒന്നുമല്ല. നെക്സ്റ്റ് നോക്കൂ, അയൺ ബോക്സ് ആണ്. അയൺ ബോക്സ് നമുക്കറിയാം, വളരെ എളുപ്പമാണ്. ടു അയൺ ഡ്രസ്സൊക്കെ അയൺ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നു. എന്ത് എനർജിയും? ഇലക്ട്രിക്കൽ എനർജി തന്നെ. നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും അതിന്റെ സർക്യൂട്ടിലൂടെ. അതിലൂടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ ഇപ്പൊ അങ്ങോട്ട് പഠിക്കുക. ഈ ബേസിക് ടോപ്പിക് കഴിഞ്ഞാൽ അയൺ ബോക്സിനെ കുറിച്ച് കുറച്ച് വിശദമായിട്ടാണ് പഠിക്കുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയിൽ ഇലക്ട്രിക്കൽ എനർജി ചേഞ്ച് ആയി ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ആ മെറ്റാലിക് സ്ട്രക്ചറിൽ മുഴുവൻ ആ ഒരു ഹീറ്റ് എനർജി പരന്ന് കിടക്കും. അപ്പോഴാണ് നമുക്ക് ഡ്രസ്സൊക്കെ അയൺ ചെയ്യാൻ പറ്റുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്ന് എക്സാമിന് ഉറപ്പായും ചോദ്യങ്ങൾ വരാറുണ്ട്. നോക്കി വെക്കുക എന്ന് മാത്രമല്ല, പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ കൊല്ലം ഞാനിപ്പോ പറഞ്ഞ ടോപ്പിക്കിൽ പഠിച്ച ആ പാഠത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള മറ്റൊരു കാര്യം തന്നെയാണ് കറന്റ്. ഇലക്ട്രിസിറ്റി എന്ന പാഠത്തിൽ പഠിച്ചതാണ് കറന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു ലോ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓംസ് ലോ എന്ന് പറയുന്ന ലോയും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓംസ് ലോക്ക് ഇവിടെ അത്രയ്ക്ക് പ്രസക്തി ഇല്ലെങ്കിലും ജസ്റ്റ് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, കറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറന്റ് is the quantity of charge passes through a circuit. ഒരു സർക്യൂട്ടിലൂടെ ഒഴുകി പോകുന്ന ചാർജിന്റെ ക്വാണ്ടിറ്റിക്കാണ് കറന്റ് എന്ന് പറയുന്നത്. Okay, quantity of charge passing through a circuit is called the current. Current അപ്പോൾ നമ്മൾ പഠിച്ചു. ഇനി കറന്റിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. കറന്റ് ഇസ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം എന്ന് പറയാം, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ബൈ ടൈം എന്ന് പറയാം. കറന്റിനെ നമ്മൾ I എന്ന ലെറ്റർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ചാർജിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ Q വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ടൈമിനെ നമ്മൾ സ്മോൾ ലെറ്റർ T വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു. കറന്റിനെ ക്യാപിറ്റൽ ലെറ്റർ I വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ കറന്റ് ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം, I ഈസ് ഈക്വൽ ടു Q ബൈ T. ഇത് കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചിരിക്കണം. ഓക്കെ, അടുത്ത സ്ലൈഡ് നോക്കാം. ഓക്കെ, ഇതന്നെയാണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ കറന്റ്. എന്താണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ കറന്റ്? ഇലക്ട്രിക്കൽ കറന്റിന്റെ ഹീറ്റിംഗ് എഫക്റ്റിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഇവിടെയാണ് നമ്മൾക്ക് അയൺ ബോക്സിന് ആവശ്യം.
അയൺ ബോക്സിനെ ഇന്ന് നമ്മൾ കലക്കി കുടിക്കും. അയൺ ബോക്സിനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ട്. നോക്കാം. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ കറന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ ഒരു എക്സ്പെരിമെന്റ് ആണ് തന്നിട്ടുള്ളത്. ഇതാണ് ഒരു സർക്യൂട്ട്. ഇതൊരു സർക്യൂട്ടാണ്. ഈ സർക്യൂട്ടിൽ നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് വേണ്ടത് നിക്രോം വയർ എന്ന് പറയുന്ന ഒരു തരം വയറുണ്ട്. അതുപോലെ തന്നെ 6 വോൾട്ടിന്റെ ബാറ്ററി വേണം. അതുപോലെ തന്നെ ഒരു സ്വിച്ചും വേണം. ഇത്രയും 3 കാര്യങ്ങളെ വേണ്ടുള്ളൂ. ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ നമുക്ക് ഈ 3 കാര്യങ്ങൾ മാത്രമേ വേണ്ടുള്ളൂ. ആദ്യം നമ്മൾ ഇത് സീരീസ് ആയിട്ട് നിക്രോം വയർ കണക്ട് ചെയ്യുക. സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. സീരീസ് കണക്ഷൻ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുള്ളതാണ്. സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ നേരെ പോലെ ഒരേ ലൈനിൽ പാരലൽ പോലെ കണക്ട് ചെയ്യുന്നു. പക്ഷെ അതിൽ നിന്ന് പാർട്സ് ആയിട്ട് നമ്മൾ അടിയിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെ പാരലൽ കണക്ഷൻ എന്ന് പറയുന്നു. ഓക്കെ ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. നമുക്ക് മെയിൻ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് നിക്രോം വയർ വേണം, 6 വോൾട്ടിന്റെ ബാറ്ററി വേണം, സ്വിച്ച് വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമ്മൾ നിക്രോം വയറിനെയും 6 വോൾട്ട് ബാറ്ററിനെയും സ്വിച്ചിനെയും തമ്മിൽ ഒരു സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ കണക്ട് ചെയ്യുക. കണ്ടോ, ഇതേപോലെ കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ സ്വിച്ച് ഓൺ ആക്കിയാൽ നമുക്കൊരു കാര്യം കാണാം. നിക്രോം വയർ എന്ന് പറയുന്ന ഈ ഒരു വയർ ചുട്ടു പഴുക്കാൻ തുടങ്ങും. എന്ന് വെച്ചാൽ റെഡ് ഹോട്ട് കളറിൽ എത്തിച്ചേരും. റെഡ് ഹോട്ട് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിൽ എത്തിച്ചേരും. അത്രയ്ക്കും ചുട്ടു പഴുക്കാൻ തുടങ്ങും. അത്രയ്ക്കും ഹീറ്റ് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ആകുന്നു. ഈ ഒരു മെത്തേഡാണ്, ഇതൊരു എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, ഇതാണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ കറന്റ് എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്തുകൊണ്ട് ചൂടിനെ ഉണ്ടാക്കിയെടുക്കലാണ് ഇതിലത്തെ പണി എന്ന് പറയുന്നത്. കണ്ടോ, ഇതിലത്തെ പണി എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക്കിലുള്ളൂ. ഇലക്ട്രിസിറ്റി വെച്ചിട്ട് ഹീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് നിക്രോം വയറും ഈ ഒരു സർക്യൂട്ടും ഒക്കെ. നിക്രോം വയറിൽ നമുക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തുകൊണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഡീപ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിന് മുമ്പേ ഇതിന്റെ ഒരു ബേസിക്സ് പറഞ്ഞുതരാം. ഇത് ബാറ്ററി എന്ന് പറയുന്നതിന്റെ ചിഹ്നമാണ്, സിമ്പിൾ ആണ്. അതുപോലെ തന്നെ സ്വിച്ചിനെ സിമ്പിളൈസ് ചെയ്യുന്നത് ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ്, ഈ ചിഹ്നം വെച്ചിട്ടാണ്. അടുത്ത് നോക്കൂ, നിക്രോം വയർ ഇതേപോലെയാണ് സിമ്പിളൈസ് ചെയ്യുന്നത്. അടുത്ത് നോക്കൂ. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞത്. When put on a switch, we can see that the nichrome wire changes to the red hot condition, and the electrical energy which passes through the circuit converts to heat energy. ഇതിന്റെയൊക്കെ നോട്ട്സ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കായിട്ട് ക്ലിക്ക് ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്താൽ ഇതിന്റെയൊക്കെ നോട്ട്സ് ഇതേപടി നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ അയൺ ബോക്സ് ആണെന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അയൺ ബോക്സിനെ കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കാത്തത്. ഓക്കെ, അപ്പോൾ ഇതൊരു ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇലക്ട്രിക്കൽ എനർജി എന്താവുന്നുണ്ട്, ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നുണ്ട്. നിക്രോം വയർ ഇലക്ട്രിക് എനർജിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് ഏകദേശം നമ്മൾ 8 സ്ലൈഡോടും എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു 6 സ്ലൈഡോളാണ് നമ്മുടെ ക്ലാസ് നോട്ട്സ് എന്ന് പറയുന്നത് കേട്ടോ, ഇപ്പൊ എടുത്തേല്. ഓക്കെ, വാട്ട് ആർ ദ മെറ്റൽസ് പ്രസന്റ് ഇൻ ദ നിക്രോം എന്ന് പറയുന്ന നിക്രോമില് പ്രസന്റ് ആകുന്ന മെറ്റൽസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഒരു സിമ്പിൾ മെത്തേഡിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് 2 ലെറ്റർ നോക്കൂ, Ni എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. Ni എന്ന് പറഞ്ഞാൽ നമ്മള് പീരിയോഡിക് ടേബിളിൽ പഠിച്ചിട്ടുള്ളത് നിക്കലിന്റെ സിമ്പിൾ ആയിട്ടാണ് അല്ലെ. നിക്കലിന്റെ സിമ്പിൾ ആണ് Ni എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിക്കലിന്റെ ഷോർട്ട് ഫോം ആണ് Ni എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നിക്കൽ എന്ന് പറയുന്നതാണ് ഫസ്റ്റത്തെ മെറ്റൽ എന്ന് പറയുന്നത്. ഫസ്റ്റത്തെ മെറ്റൽ Ni ഫോർ നിക്കൽ എന്ന് പഠിക്കാം. അടുത്തത് ക്രോം എന്നുള്ള പേരാണ് ബാക്കിയുള്ളത്. ക്രോം എന്ന് പറഞ്ഞാൽ ക്രോമിയം എന്ന് പറയുന്ന എലമെന്റ് പഠിക്കാം. ക്രോം എന്ന് പറഞ്ഞാൽ ക്രോമിയം, വളരെ എളുപ്പമാണ്. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഉള്ള ഒരു എനിക്ക് തോന്നുന്നു 24th എലമെന്റ് ആണെന്ന് തോന്നുന്നു ക്രോമിയം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ Cr എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. നെക്സ്റ്റ് ഇതിൽ നിന്ന് എക്സ്റ്റേണൽ ആയിട്ട് ഒരു മെറ്റലും കൂടി വരുന്നുണ്ട്, അയേൺ എന്ന് പറയുന്ന മെറ്റൽ. അതെന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിലെ 27th തോന്നുന്നു അല്ലെ, 27th തോന്നുന്നു. ഫെറോം Fe എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അയൺ ഫെറോം എന്നാണ് അതിന്റെ ഷോർട്ട് നെയിം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു നെയിം എന്ന് പറയുന്നത് അയണിന്റെ മറ്റൊരു നെയിം ഫെറോം എന്നാണ്.
Fe എന്ന് പറയുന്ന ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. സോ നമുക്ക് മനസ്സിലാകും നിക്കൽ Ni പ്ലസ് ക്രോമിയം Cr പ്ലസ് അയൺ Fe ഇസ് ഈക്വൽ ടു നിക്രോം അല്ലെങ്കിൽ ഗിവ്സ് നിക്രോം എന്ന് പറയാം. ഓക്കെ, നിക്രോം ഇതൊക്കെ ഈ മൂന്ന് മെറ്റൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇത് എന്തായാലും ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കി വെക്കണം നല്ലതായിരിക്കും. ഓക്കെ, വാല്യൂ ഓഫ് ഹീറ്റ് ഫൈൻഡിങ് മെത്തേഡ് ഓഫ് ജൂൾസ് ലോ. ജൂൾസ് ലോയെ പറ്റിയാണ് ഇനി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജൂൾസ് ലോ. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് അവസാനം പറയുന്നുണ്ട്. അത് ഞാൻ കുറച്ച് അവസാനത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. വാല്യൂ ഓഫ് ഹീറ്റ് ഫൈൻഡിങ് മെത്തേഡ് ഓഫ് ജൂൾസ് ലോ. ജൂൾസ് ലോയില് ഹീറ്റിന്റെ വാല്യൂ, ഹീറ്റിന്റെ അളവ് അല്ലെങ്കിൽ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുക ജൂൾസ് ലോ വെച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം. H directly proportional to I square RT. ഓക്കെ, H എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആണ്, ഹീറ്റ് ജനറേറ്റഡ് ആണ്. ജൂൾസ് ലോ വെച്ച് നോക്കുകയാണെങ്കിൽ ഹീറ്റ് I നമ്മൾ നേരത്തെ പഠിച്ചു കറന്റ് ഇൻ ദ സർക്യൂട്ട് ആണ്. ഹീറ്റ് കറന്റിന്റെ സ്ക്വയറിനോടും അതുപോലെ തന്നെ റെസിസ്റ്റൻസ് R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിനോടും T എന്ന് പറഞ്ഞാൽ സ്മോളർ T എന്ന് പറഞ്ഞാൽ ടൈമിനോടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ന് വെച്ചാൽ ഹീറ്റ് എന്ന് പറയുന്നത് കറന്റിന്റെ സ്ക്വയറിനോടും റെസിസ്റ്റൻസിനോടും ടൈമിനോടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാം H ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I സ്ക്വയർ RT. ഓക്കെ, I സ്ക്വയർ RT. ഈ കാണുന്ന സിമ്പിളിന്റെ പേരാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. ഈ കാണുന്ന സിമ്പിളിനെ പറയുന്ന പേരാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കി വെക്കുക. നെക്സ്റ്റ് സ്ലൈഡ് എന്ന് പറയുന്നത് യൂസസ് ഓഫ് ഹീറ്റിംഗ് എഫക്ട്. ഇവിടെയാണ് നമ്മൾ അയൺ ബോക്സിനെ താരതമ്യം ചെയ്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഹീറ്റിംഗ് എഫക്റ്റിന്റെ യൂസസ് ഓഫ് ഹീറ്റിംഗ് എഫക്ട്. ഹീറ്റിംഗ് എഫക്റ്റിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെ അങ്ങനെ ചോദിച്ചാൽ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ പറയേണ്ടത് ഹീറ്റിംഗ് കോയിൽ ആണ്. ഹീറ്റിംഗ് കോയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചുരുണ്ടിരിക്കുന്ന എന്തെങ്കിലും ആയിരിക്കും അല്ലെ. ചുരുണ്ട് വരുന്ന വയേഴ്സിനൊക്കെ നമ്മൾ കോയിൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് ഓക്കെ, നമ്മൾ ഇവിടെ നമ്മൾ ഇതായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത് അയൺ ബോക്സ് വെച്ചിട്ടാണ്. നമ്മൾ നിത്യേന ഡ്രസ്സ് അയൺ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് അയൺ ബോക്സ്. ഈ കാണുന്ന രണ്ട് ഫിഗറും അയൺ ബോക്സിന്റെ ഇന്നർ സ്ട്രക്ചർ ആണ്. ഓക്കെ, ഇവിടെ അയൺ ബോക്സിന്റെ സർക്യൂട്ട് ഉണ്ടായിരിക്കും. ഈ കാണുന്ന സ്ഥലത്ത് അയൺ ബോക്സിന്റെ സർക്യൂട്ട് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് കൃത്യം മിഡിലായിട്ട് ഇങ്ങനെ യു ഷേപ്പില് ഒരു കവറിങ് ഉണ്ടായിരിക്കും. യു ഷേപ്പിൽ ഒരു ഷീൽഡ് ഉണ്ടായിരിക്കും. അഥവാ നമ്മൾ എന്താ പറയാ, ഇപ്പൊ ഒരു കവറിങ് ഉണ്ടായിരിക്കും, ഒരു കോട്ടിങ് ഉണ്ടായിരിക്കും. അതിന്റെ ഉള്ളിലത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അതിന്റെ ഉള്ളിലെ കാര്യമാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ വിശദമായിട്ട് പറഞ്ഞുതരാം. ഹീറ്റിംഗ് കോയിൽ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിക്രോം വയർ ആണ്. നമ്മൾ കഴിഞ്ഞ വട്ടം പഠിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ ടോപ്പിക്കിൽ പഠിച്ച നിക്രോം വയറിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. നിക്രോം വയർ നമ്മൾ പറഞ്ഞു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഹീറ്റ് എന്ന് വെച്ചാൽ റെഡ് ഹോട്ട് കണ്ടീഷൻ ആവും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നോക്കുകയാണെങ്കിൽ നിക്രോം വയർ എന്ന് പറയുന്നത് ഇങ്ങനെ കേളി ടെക്സ്ചറിൽ ഒരു കോയിൽ രൂപത്തിലായിരിക്കും അയൺ ബോക്സിന്റെ ഉള്ളിൽ സർക്യൂട്ട് കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെ രണ്ട് സ്പേസിന്റെ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും നിക്രോം വയർ ഇങ്ങനെ കോയിൽഡ് ആയിട്ട് നിക്രോം വയർ വെച്ചിട്ടുണ്ടായിരിക്കുക. കണ്ടോ, ഈ ഒരു ഗ്രേ കളറിൽ കാണുന്നതാണ് നിക്രോം വയർ എന്ന് പറയുന്നത്. അത് സ്വിച്ച് ഓൺ ആക്കി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അതെന്തായി മാറും? ഈ കണ്ടീഷനിലായിട്ട് മാറും. എന്ന് വെച്ചാൽ നിക്രോം വയർ റെഡ് ഹോട്ട് കണ്ടീഷനിൽ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. റെഡ് ഹോട്ട് കണ്ടീഷൻ, അത്രയ്ക്കും ചുട്ടു പഴുക്കുമെന്നാണ് പറയുന്നത്. അപ്പോഴാണ് അയൺ ബോക്സിൽ ഉണ്ടാകുന്ന ആ ഷീറ്റിലേക്ക് ഹീറ്റ് പരക്കുന്നത്. അങ്ങനെയാണ് നമ്മളുടെ അയൺ ബോക്സിൽ ഹീറ്റിംഗ് വരുന്നത്, ചൂടുണ്ടാകുന്നത് എന്നാണ് കൃത്യമായി സയന്റിഫിക് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ നിക്രോം വയർ എന്തിന് യൂസ് ചെയ്യുന്നു? നമ്മൾ അയൺ ബോക്സിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. എന്തിനാണ്? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ,
അടുത്ത ടോപ്പിക്. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഇനി മേജർ ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്ലാസ് കഴിയാൻ പോവുകയാണ്. ഈ മേജർ ക്വസ്റ്റ്യൻസും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് അവസാനിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ടോപ്പിക് തീരും. അതുപോലെ തന്നെ കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക. ഇതിന്റെ നോട്ട്സ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. കമന്റ് ബോക്സിൽ ഉണ്ടായിരിക്കും എന്ന് തോന്നുന്നു, അറിയില്ല. ഓക്കെ, ചിലപ്പെങ്കിലും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും അവൈലബിൾ ആയിരിക്കും. നോക്കൂ, ഇതിൽ മേജർ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ ടോപ്പിക്സിൽ കുറച്ച് മേജർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോപ്പർട്ടീസ് ഓഫ് നിക്രോം. നിക്രോമിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ ഫീച്ചേഴ്സ്. ഓക്കെ, ഹൈ റെസിസ്റ്റൻസ് കൂടുതലാണ്. ഇനി പറയുന്ന 2 പോയിന്റ്സ് നമ്മളിപ്പോൾ പറഞ്ഞതിനെ താരതമ്യപ്പെടുത്തി കണക്ട് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഞാൻ ഇപ്പൊ പറഞ്ഞ ആ ഒരു എക്സ്പെരിമെന്റ് എന്ന് വെച്ചാൽ നിക്രോം വയറിന്റെ ആ ഒരു റെഡ് ഹോട്ട് കണ്ടീഷൻ ആവുന്ന ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ്. നിക്രോം വയറിന്റെ ഒരു എക്സ്പെരിമെന്റ് മനസ്സിലായവരും അയൺ ബോക്സിന്റെ ഇന്നർ സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലായവർക്കും ഈ 2 പോയിന്റ്സ് പറയാൻ അത്രയ്ക്ക് ടഫ് ഒന്നുമല്ല. ഹൈ റെസിസ്റ്റൻസ് മാത്രം നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാട്ടോ. അത് നമ്മൾ ഒരു എക്സ്റ്റേണൽ ആയിട്ട് കൊടുത്തുള്ള പോയിന്റ് ആണ്. ഇത് 2 എന്തായാലും മനസ്സിലാക്കിക്കുക. മെയിൻറ്റെയിൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ ലോങ് ടൈം വിതൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. ഓക്സിഡൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസ് ഓഫ് ഇലക്ട്രോൺസ് അല്ലേ? അപ്പോൾ ഇലക്ട്രോണിനെ ഓക്സിഡൈസ് ആവുന്നതിന് മുമ്പ് എന്താണ്? റെഡ് ഹോട്ട് കണ്ടീഷൻ നിലനിർത്തും എന്ന് വെച്ചാൽ ചുട്ടു പഴുത്തിട്ടുള്ള ഓക്സിഡൈസ് ആവുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ആവാതെ തന്നെ, ഓക്സിഡൈസ് ആവാതെ തന്നെ നമുക്ക് എന്താവാം എന്ന് പറയാം, നിക്രോം വയറ് റെഡ് ഹോട്ട് കണ്ടീഷൻ നിലനിർത്തും. ഓക്സിഡൈസേഷൻ അതിന് വേണ്ട, ആ ഒരു പ്രോസസ്സ് അതിന് വേണ്ട, അല്ലാതെ തന്നെ അത് റെഡ് ഹോട്ട് കണ്ടീഷൻ നിലനിർത്തും എന്ന് വെച്ചാൽ ചുട്ടു പഴുക്കുമെന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കൂ, ഹൈ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? സോ ഡിഡ് നോട്ട് മെൽറ്റ്. അതുകൊണ്ട് തന്നെ അത് മെൽറ്റ് ചെയ്യില്ല എന്നും പറയാം. ഈ 2 ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം. നിങ്ങൾക്ക് എളുപ്പത്തിന് ഞാൻ ഇവിടെ ഒരു പോയിന്റും കൂടി കൊടുത്തിട്ടുണ്ട്, സോ ഡിഡ് നോട്ട് മെൽറ്റ്. ഈ 2 ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ നിങ്ങൾക്ക് എന്തായാലും മാർക്ക് കിട്ടും കേട്ടോ. അടുത്ത നോക്കൂ, വാട്ട് ഈസ് ജൂൾസ് ലോ? ജൂൾസ് ലോ എന്താണ്? ജൂൾസ് ലോ എന്ന് പറയുന്നത് ദ ഹീറ്റ് ജനറേറ്റഡ്, എച്ച് എന്നാണ് ഹീറ്റിന് പറയുന്നത്. സ്മോൾ ലെറ്റർ എച്ച് അല്ല, ക്യാപിറ്റൽ ലെറ്റർ എച്ച്. ഇൻ എ സർക്യൂട്ട് കാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ സ്ക്വയർ ഓഫ് ദ കറന്റ്. നമ്മൾ പറഞ്ഞു, ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന ഇക്വേഷൻ പഠിച്ചാൽ മതി. പിന്നെ ജൂള് നന്നായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ ഹീറ്റ് ഒരു സർക്യൂട്ടിൽ ഒരു കണ്ടക്ടർ ക്യാരി ചെയ്യുന്ന, ഒരു സർക്യൂട്ടിലെ ഒരു കണ്ടക്ടർ ക്യാരി ചെയ്യുന്ന കറന്റിൽ ഉണ്ടാകുന്ന ഹീറ്റ് അഥവാ ചൂട്, ആ ഒരു ചൂട് ഹീറ്റ് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? അതെ, കറന്റിന്, അതിലുണ്ടാകുന്ന കറന്റിന്റെ സ്ക്വയറിനും പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ അവസാനമായി അത് ഒഴുകി പോകാൻ എടുക്കുന്ന ടൈം ഇൻ സെക്കൻഡ്സിനും പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. വളരെ എളുപ്പത്തിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ നമുക്കിത് സെന്റൻസ് ആക്കാവുന്നതേ ഉള്ളൂ. The heat generated in a current carrying conductor is directly proportional to the the product of the square of the current I in the conductor, the resistance of the conductor R, and the time in the time t of flow of current. I is the current in ampere, R is the resistance in ohm, and its t is the time in seconds. നമുക്കറിയാം, I എന്ന് പറഞ്ഞാൽ കറന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. ബിഗ് ലെറ്റർ എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ലെറ്റർ എ ആണ് ആംപിയറിനെ സൂചിപ്പിക്കുക. ആർ ഇസ് ദ റെസിസ്റ്റൻസ് ഇൻ ഓം. ഓംസ് ലോയിലെ ഓമിന്റെ റെസിസ്റ്റൻസ് ആണ് ആർ. ക്യാപിറ്റൽ ലെറ്റർ ആർ ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഓം എന്ന് പറയുന്നത്. ടൈം ഇൻ സെക്കൻഡ്. ടൈം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സൂചിപ്പിക്കും. ടൈമിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. സ്മോൾ ലെറ്റർ ടി വെച്ചിട്ടാണ് ടൈം സൂചിപ്പിക്കാറുള്ളത്. ഇത്ര അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിക്കാൻ പോവാണ്. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമുക്ക് നല്ല എളുപ്പമുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്ലാസ് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇന്നത്തെ ഫിസിക്സ് ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഫിസിക്സ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ ബൈ ബൈ. Until then, bye from online tutor.